ഹലോ ഫ്രണ്ട്സ്, റീഡ് ആൻഡ് അനലൈസ് ഹിന്ദു എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഹിന്ദു പത്രത്തിന്റെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇന്ന് വിലയിരുത്തുകയാണ്. ഹിന്ദുവിൽ വന്നിരിക്കുന്ന വാർത്തകൾ, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുക. ആദ്യത്തെ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മോഡി ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വികസനം. ഇവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയുള്ള, അശ്വിനി വൈഷ്ണവിനെ പോലെയൊക്കെയുള്ള ശ്രദ്ധേയരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ മന്ത്രിസഭയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവരാരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഏതാണ്ട് 43 മിനിസ്റ്റേഴ്സ് അവര് പുതുതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ക്യാബിനറ്റ് കോമ്പോസിഷൻ 12 SC മിനിസ്റ്റേഴ്സ് ഉണ്ട്, 8 ST മിനിസ്റ്റേഴ്സ് ഉണ്ട്, OBC മിനിസ്റ്റേഴ്സ് 27 പേരുണ്ട്, വിമൻ മിനിസ്റ്റേഴ്സ് 11 പേരുണ്ട്, ഫോർമർ CMs 4 പേരുണ്ട്, മിനിസ്റ്റർ ഫ്രം 25 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് അത് 25 പേരാണ്. 36 പേര്, 43 പേരിൽ തന്നെ 36 പേര് പുതിയ മന്ത്രിമാരാണ്. കേരളത്തിൽ നിന്നുമുണ്ട് മലയാളിയായിട്ടുള്ള, കേരളത്തിൽ നിന്നല്ലെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹവും മോഡി ഗവൺമെന്റിൽ വന്നിരിക്കുന്നു. മുൻ മന്ത്രി PK കുമാരമംഗലത്തിന്റെ ഭാര്യയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. മോഷണ ശ്രമത്തിനിടയിൽ KT കുമാരമംഗലത്തിന്, ഈ R കുമാരമംഗലത്തിന്റെ ഭാര്യയാണ്, ഒപ്പം ഫേമസ് ലോയർ ആയിരുന്നു. അവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഡൽഹിയിൽ പെട്രോൾ പ്രൈസ് 100 രൂപയ്ക്ക് മുകളിൽ പോയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കാണുന്നു. ദിലീപ് കുമാർ ഇന്ത്യൻ സിനിമയിലെ ലെജൻഡാണ്, അദ്ദേഹത്തിന്റെ മരണം, ആ വാർത്ത നമ്മളുടെ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കാണുകയാണ്. രംഗരാജൻ മോഹൻ കുമാരമംഗലം വീടിന് വെളിയിൽ നിൽക്കുന്ന ചിത്രമാണ് കാണുന്നത്. അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് കോൺഗ്രസ് ലീഡറാണ്. അദ്ദേഹം ഉടൻ തന്നെ ഡൽഹിയിൽ എത്തി KT കുമാരമംഗലം മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അമ്മയെ നഷ്ടപ്പെട്ടത് എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ലെങ്കിൽ പോലും ഒരു ജനറൽ വാർത്ത എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അപ്പം ലോക്കൽ പേജ് വാർത്തകൾ നമ്മൾ ഒഴിവാക്കുന്നു. നമുക്ക് ആവശ്യമുള്ള വാർത്തകളിലേക്ക് കിടക്കുന്നു. സ്വാമി പ്രകാശാനന്ദ ശിവഗിരി മഠത്തില് അദ്ദേഹം മരിച്ച വാർത്ത നാഷണൽ ലെവലില് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഹിന്ദുവിലെ റിട്ടയർഡ് കാർട്ടൂണിസ്റ്റ് സുരേന്ദ്ര അടക്കമുള്ള ആളുകൾക്ക് YSR അവാർഡ് ലഭിച്ചിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന ഒരു അവാർഡാണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡീസിന് 10 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപയും മൊമെന്റോയുമാണ് YSR അച്ചീവ്മെന്റ് അവാർഡിനർക്ക് കൊടുക്കുന്നത്. എഡിറ്റോറിയൽ പേജിലേക്ക് പോകുന്നു. പെർഫെക്റ്റിംഗ് ദ ടെസ്റ്റ്, CBSEയുടെ പ്ലാൻ. Class 10 and 12 assessments should incorporate needs of stressed schools. Preparing for an uncertain academic year ahead during the pandemic, Central Board of Secondary Examination has decided on an assessment scheme for classes 10 and 12 for 2021-2022 under various scenarios, including the possibility that board examination can be conducted should circumstances improve. Year gone by extremely challenging for all boards, and CBSE had justified
come up with a scheme to assess candidates in class 12. 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ അസസ്മെന്റ് നടപ്പിലാക്കാനുള്ള ഒരു സ്കീമോ ആയിട്ട് അവർ മുമ്പോട്ടേക്ക് വന്നിരിക്കുകയാണ്. എഡിറ്റോറിയൽ നമ്മൾ വിശദമായിട്ട് കാണും. ഇസ്രായേലിന്റെ പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള ഒരു മാറ്റം. ഒപ്പം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ കൺട്രോൾ ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ള മറ്റൊരു എഡിറ്റോറിയൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും ആ എഡിറ്റോറിയൽ നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് അസസ്മെന്റിന് വിധേയമാക്കുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു. പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇറാനിയൻ പ്രസിഡന്റ് ഇലക്ട് ഇബ്രാഹിം റൈസിയെ തെഹ്റാനിൽ കണ്ടു. അപ്പോൾ ആ വാർത്ത നമ്മൾ കാണുകയാണ്. ഒരു ഡിപ്ലോമാറ്റിക് ഗസ്റ്റർ എന്നുള്ള രീതിയിലാണ്. ജയശങ്കർ അദ്ദേഹം തെഹ്റാനിൽ വഴി മോസ്കോയിലേക്ക് പോവുകയാണ് ബയലാറ്ററൽ കൺവെൻഷൻസിന് വേണ്ടി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഒരു പേഴ്സണൽ മെസ്സേജും കൂടി അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. ഈ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് നമ്മുടെ ബയലാറ്ററൽ ടൈ ഇറാനുമായിട്ടുള്ള ബയലാറ്ററൽ ടൈ വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇന്ത്യ പലപ്പോഴും നമ്മുടെ എണ്ണ ലഭിക്കുന്നതിന് വേണ്ടി ഇറാനെ നമ്മൾ ആശ്രയിക്കുകയും ചെയ്തു. 2024 ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അത് മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റവും കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. COVID-19 മാനേജ് ചെയ്യുന്നതിൽ ഹർഷവർദ്ധൻ, അദ്ദേഹം മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആയിരുന്നു, അദ്ദേഹം പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയ മിനിസ്റ്റർ അധികാരത്തിൽ വരുന്നു. അപ്പം മറ്റു ചില സ്റ്റാൽവേർഡ്സ് അവർക്കും അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുപിയിൽ നിന്ന് കാസ്റ്റ് കൂടി നോക്കിയിട്ടുണ്ട്. കാസ്റ്റ് അതുപോലെ റീജിയണൽ ബാലൻസ് ഇതൊക്കെ തന്നെ നോക്കിയിട്ടുണ്ട്. ദിലീപ് കുമാറിനെ കുറിച്ചുള്ള വാർത്തകൾ, വിശകലനങ്ങൾ. ഹൈറ്റി പ്രസിഡന്റ് ജോവാൻസൽ മോയിസ് അസാസിനേറ്റഡ്, ഫസ്റ്റ് ലേഡി ഇൻ ജയിൽ. ഹൈറ്റിയുടെ പ്രസിഡന്റിനെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത. ശ്രീലങ്ക ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു കോയിൻ പുറത്തിറക്കിയിരിക്കുന്നു. അവരുടെ ഏറ്റവും സിൻസിയർ ഫ്രണ്ട്സിൽ ഒന്നാണ് ചൈന എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കോയിൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു റയർ ഡിപ്ലോമാറ്റിക് ഗസ്റ്ററാണ്. ശ്രീലങ്ക ധാരാളം പണം ചൈനയിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. താലിബാൻ അഫ്ഗാൻ പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. വളരെ മോശമായ സാഹചര്യത്തിലൂടെയാണ് അഫ്ഗാൻ കടന്നു പോകുന്നത്. നമ്മൾ അനാലിസിസിന് വിധേയമാക്കും. അപ്പം സ്പോർട്സ് പേജ് ആണ്, നമുക്ക് അത്ര ആവശ്യമില്ല, നമ്മളത് ഒഴിവാക്കുന്നു. അപ്പം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ അനാലിസിസിലേക്ക് പോകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകളുടെ അനാലിസിസിലേക്ക്. 8/7/2021 വാർത്തകളുടെ അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ പേജിൽ നമ്മൾ കാണുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണ് അധികാരത്തിൽ വന്ന അവരുടെ പോർട്ട്ഫോളിയോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണും. ഒരു പൊളിറ്റിക്കൽ ബാലൻസിങ് കൂടിയാണ് പുതിയ മിനിസ്റ്റേഴ്സിനെ എടുത്തിരിക്കുന്നത്.
സ്റ്റേറ്റ്സ് ഇലക്ഷനിൽ പോകുന്ന ഉത്തർപ്രദേശ് അവർക്ക് 7 ബർത്ത് ലഭിച്ചിട്ടുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 74-ഉം 75-ലുമാണ്. ഇത് വളരെ പ്രധാനമാണ്. Minister of India and will aid and advise the President. Article 75 mentions the following things. They are appointed by the President on advisor of Prime Minister. ഇത് മനസ്സിലായി. 91ാമത് അമെൻമെന്റ് 2003-ൽ വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 15% കൂടാൻ പാടില്ല. അതായത് ലോക്സഭയിലെ സ്ട്രെങ്ത് എത്രയാണോ അതിന്റെ 15% കൂടാൻ പാടില്ല മന്ത്രിസഭയിലെ ആളുകളുടെ എണ്ണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു മിനിസ്റ്റർ പാർലമെന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഡിസ്ക്വാളിഫിക്കേഷൻ വന്നാൽ അദ്ദേഹം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും ഡിസ്ക്വാളിഫിക്കേഷൻ വരും. 6 മാസത്തേക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമാവാതെ മന്ത്രിയായിട്ട് തുടരാൻ പറ്റും. ഒന്നുകിൽ രാജ്യസഭാ മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ലോക്സഭാ മെമ്പർ ആയിരിക്കണം. പാർലമെന്റ് ആണ് അവരുടെ സാലറിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. എത്ര വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് അവരാണ്. മിനിസ്റ്റേഴ്സ് ഏതൊക്കെ ടൈപ്പാണ്? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അവർക്ക് ക്യാബിനറ്റ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് എന്ന് പറയുന്ന മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവര് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കീഴിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് അവരായിരിക്കും. അപ്പോ ഇവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ, ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൽ അവർ അറ്റൻഡ് ചെയ്യും. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റ് ചാർജ് ഉണ്ടായിരിക്കില്ല, പക്ഷെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. The work is to such a ministry is allotted by his cabinet minister. Deputy minister ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെയോ അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിന്റെ ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ള മന്ത്രിയുടെയോ കീഴിൽ പ്രവർത്തിക്കുന്ന മിനിസ്റ്ററാണ്. പൊതുവെ ഡെപ്യൂട്ടി മിനിസ്റ്റർ എന്നുള്ള പോർട്ട്ഫോളിയോ അധികം നമ്മൾ ഇവിടെ ഇന്ത്യയിൽ കാണാറില്ല. ഈ ആദ്യം പറഞ്ഞ് മൂന്ന് പേരിൽ ഒരാളായിട്ടായിരിക്കാം നമ്മൾ കൂടുതൽ മന്ത്രിമാരെയും നമ്മുടെ ചുറ്റും കാണുന്നത്. മമതയുടെ ഇലക്ഷൻ പെറ്റീഷൻ കേൾക്കുന്നതിൽ കൽക്കട്ട ഹൈക്കോടതി ജസ്റ്റിസ് കൗശിക് ചന്ദ 5 ലക്ഷം രൂപ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ കേൾക്കുന്നതിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്നുണ്ട്. CM urged the judge to recuse himself from hearing the petition, alleging that he had links with Bharatiya Janata Party. ജഡ്ജിക്ക് BJP-യുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് കേസിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനൊരു ചീഫ് മിനിസ്റ്റർ ഹാഡ് ഫയൽഡ് ആൻ ഇലക്ഷൻ പെറ്റീഷൻ. കോടതി പറഞ്ഞത് ഒരു സൈക്കോളജിക്കൽ ഒഫൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കോസ്റ്റ് 5 ലക്ഷം രൂപ അതിന്റെ ഒരു ഫൈനായിട്ട് പെറ്റീഷണറുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇയാറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നെറ്റോ ഫോഴ്സസ് അവരുടെ വിഡ്രോവൽ തുടങ്ങിയപ്പോൾ തൊട്ടുണ്ട്. മെഗാ ഷിപ്പ് ഹെഡ്സ് ഔട്ട് ഓഫ് CS ആഫ്റ്റർ ഈജിപ്റ്റ് ഡീൽ. ഇയാറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഈജിപ്ഷ്യൻ അതോറിറ്റീസ് ഒരു ഹൾക്കിംഗ് ഷിപ്പിംഗ് വെസൽ സൂയസ് കനാലിൽ ബ്ലോക്ക് ചെയ്തിരുന്നു ഒരാഴ്ചയായിട്ട്. അത് സൂയസ് കനാലിൽ കടത്തി വിട്ടിരിക്കുകയാണ്. ഒരു സെറ്റിൽമെന്റ് ഡീല് വന്നിട്ട് ഏതാണ്ട് $916 കോമ്പൻസേഷൻ ആണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ലാസ്റ്റ് അത് $550 ബില്യന്റെ കോമ്പൻസേഷൻ ആയിട്ട് വന്നു. ഇത്രയൊരു ഈ 6 ദിവസം അതിലൂടെ ചരക്ക് ഗതാഗതം നടന്നില്ല. അതൊക്കെ അതെല്ലാം കൊണ്ടാണ് ഇത്രയും ഒരു കോമ്പൻസേഷൻ അവർ ആവശ്യപ്പെട്ടത്. An online database, Spyware Pegasus, is recently launched by Forensic Architecture, Amnesty International, and Citizen Lab to document attacks against human rights defenders.
മനുഷ്യാവകാശ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അതിന്റെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് സ്പൈവെയർ പെഗാസസ് എന്ന് പറയുന്നത്. റീസെന്റ് ഭീമ കൊറിഗാവോൺ കേസിലൊക്കെ വന്ന പല ആളുകൾ list out targets of the spyware in India that include activist Bela Bhatia and Anand Teltumde. അപ്പോൾ ഈ സ്പൈവെയർ ഡിജിറ്റൽ വയലൻസ് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ പലരുടെയും കമ്പ്യൂട്ടറുകളിലൊക്കെ സ്പൈവെയർ കയറ്റിവിടും, സർവൈലൻസ് അതൊക്കെ ഒരു പ്രൈവസിക്കും മറ്റുമൊക്കെ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. അതെല്ലാം തന്നെ ഒരു ഈ മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ ഭരണകൂടങ്ങളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നിതൊരു വലിയൊരു വിഷയമായി മാറിയിരിക്കുന്നത്. ഇപ്പൊ ഈ സ്പൈവെയർ പെഗാസസ് എന്ന് പറയുന്ന ഒരു സ്പൈവെയർ ആണ്. അത് ഇസ്രയേലി സൈബർ ആംസ് NSO ഗ്രൂപ്പ് ടെക്നോളജീസോട് കൂടി ഡെവലപ്പ് ചെയ്തതാണ്. ലിങ്കുകള് അതുപോലെ ടാർജറ്റിന്റെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ വിവരങ്ങളും മറ്റുമൊക്കെ ചിലപ്പോൾ ലഭിച്ചു വന്നു. GDP growth estimate to 10% on slower recovery. ഇന്ത്യയുടെ GDP ഗ്രോത്ത് 2021-22 10% ആയിട്ട് മാറും. 12.8% റിക്കവറി എക്സ്പെക്ട് ചെയ്തിരുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് വർത്തിനെസ്, ഒരു ബോറോവറുടെ ക്രെഡിറ്റ് വർത്തിനെസ്. ഇന്ത്യ കടമെടുക്കുകയാണ്, ഇന്ത്യ രാജ്യത്തിന്റെ ക്രെഡിറ്റ് വർത്തിനെസ്, സ്ഥാപനത്തിന്റെ ആകും, വ്യക്തികളുടെ ആയിരിക്കാം, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറയുന്നത്. ബാങ്കിങ് സിസ്റ്റത്തില് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഏതാണ്ട് 7.1% ഡിക്ലൈൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ റിക്കവറീസ് നടക്കുന്നുണ്ട്, ക്രെഡിറ്റ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. റീസെന്റ് നിയമങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഒരുപക്ഷെ അത് കൂടേണ്ടതാണ്, എന്നാൽ അതിൽ കുറവ് സംഭവിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നിയമങ്ങളിൽ വന്ന മാറ്റമായിരിക്കാം അതിന് കാരണമായിരിക്കും. താലിബാന്റെ ഒരു അഫ്ഗാനിലുള്ള ഇടപെടലുകൾ, അപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ പിടിമുറുക്കുകയാണ്. അമേരിക്ക പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ, അമേരിക്ക നമുക്കറിയാം, അമേരിക്ക പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ താലിബാൻ പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പിടിമുറുക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ദോഷകരമാണ്. താലിബാനെ നേരിടാനുള്ള ഒരു പുതിയ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് പൊളിറ്റിക്കൽ ഓഫീസ് ദോഹയിലുണ്ട്. ഒരു അഫ്ഗാൻ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സുമായിട്ട് ടോക്കൊക്കെ നടത്തി. But on the battlefield in Afghanistan, they continue a relentless campaign aimed at capturing more territories. ഇപ്പോൾ US-ആയിട്ടുള്ള പീസ് ടോക്സ് യുദ്ധം അവസാനിപ്പിക്കാൻ ആരംഭിച്ചു. യുദ്ധം അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്, തുടരുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണം അവർക്ക് വലിയ ചിലവാണ്. അതുകൊണ്ടാണ് അവരത് അതിൽ നിന്ന് മാറാൻ ശ്രമിച്ചത്. ഫാദർ സ്റ്റാൻസാമി, അദ്ദേഹത്തിന്റെ ജെസ്യൂട്ട് പേസ്റ്റ്, അദ്ദേഹത്തിന്റെ ഭീമ കൊറിഗാൺ കേസിൽ അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണമൊക്കെ ചർച്ച ചെയ്യുകയാണ് ഹിന്ദു. പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റും പോലീസും UAPA ചുമത്തിയതാണോ എന്നുള്ള ചോദ്യവുമൊക്കെ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം ഡ്രാക്കോണിയൻ ലോസ് ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും പലപ്പോഴും അതും ഹിന്ദു പോലെയുള്ള പത്രങ്ങൾ ചർച്ച ചെയ്യുന്നു. നെഗറ്റീവ് സോഷ്യൽ നോംസ് GS2-ലുള്ള സോഷ്യൽ ഇഷ്യൂസ്. വേൾഡ് പോപ്പുലേഷന്റെ ജൂലൈ 11 ചില പോസിറ്റീവ് ന്യൂസ് കൊണ്ടുവരുന്നു. ഡെമോഗ്രഫിക് സീറ്റ് പോർട്ടിലേക്ക് ഇന്ത്യ കടന്നു വന്നിരിക്കുന്നു. ഇന്ത്യയുടെ പോപ്പുലേഷൻ
പകുതിയിൽ കൂടുതൽ 29 വയസ്സ് താഴെയുള്ളതാണ്. ഇത് നിങ്ങൾക്ക് GS ആൻസേഴ്സിലേക്ക് കൊണ്ടുവരാം. യങ് പോപ്പിൾ ഇന്ത്യ ഒരു എക്കണോമിക് ലൈഫിലേക്ക് നയിക്കും. കൂടാതെ സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റൈറ്റ്സ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യാം. ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരും. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.2 ആണ്. അത് ഉടൻ തന്നെ 2.1 ആയിട്ട് മാറും. ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ വീക്ക്നെസ്സസ് ഉണ്ട്. അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കണക്കിലെടുക്കേണ്ടതുണ്ട്. ഹിന്ദു തന്നെ കുറച്ച് നാൾ മുമ്പ് പബ്ലിഷ് ചെയ്ത മറ്റൊരു ആർട്ടിക്കിൾ അവർ സൂചിപ്പിച്ചിരിക്കുന്ന പോപ്പുലേഷൻ ഗ്രോത്ത് ആവശ്യമാണ്, ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ് എന്നുള്ളൊരു തലത്തിലുള്ള ഒരു ആർട്ടിക്കിളും വന്നിരുന്നു. ഇത് അതിനെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള, അതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലെയുള്ള പരിപാടികൾ വന്നപ്പോൾ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. A third worst performer in South Asia, India has slipped to 28 places, ranked 140th among 156 countries. Global gender gap. ഇനി അതാണ് ഒന്ന് മാറ്റേണ്ടത്. സ്ത്രീ പുരുഷ ലിംഗനീതി അതും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചോദ്യങ്ങളിലേക്ക് പോകുന്നു. പ്രിലിം ബേസ്ഡ് ആർട്ടിക്കിൾ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് ഉള്ളത്? ആർട്ടിക്കിൾ 75 to 75(5). അത് പറയുന്നത് the ministers shall hold office during the pleasure of the president. According to Article 75(5), a minister must be a member of any house within 6 months. C ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, with reference to Council of Ministers, before January 1, 2004, Prime Minister had discretion to appoint any number in his Council of Ministers. ഇതിൽ കറക്റ്റ് ഏതാണെന്നുള്ളത് 73rd Amendment Act add that in the Article 75, which ministers including PM to 15% of total number of Loksabha members. ഒന്നാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അബ്സല്യൂഷൻ എ ആണ് മുന്നോട്ട്. നമ്മളത് അനാലിസിസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമുക്ക് നോക്കാം. ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ചോദ്യം. It is mentioned only in Article 352 of the Constitution. It has been constituted in the Article 352 by 35th Constitutional Amendment Act. അതൊന്ന് മാത്രമാണ് ശരി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ അനാലിസിസിലുള്ളത്. പ്രത്യേകിച്ചും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. യൂണിയൻ ഗവൺമെന്റ് എന്നുള്ള ഏരിയ നിങ്ങളൊന്ന് പൊളിറ്റി പുസ്തകം അല്ലെങ്കിൽ ഞാൻ എഴുതി ഇന്ത്യൻ ഭരണഘടന എന്ന പുസ്തകം എടുത്ത് പഠിക്കുക. പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പഠിക്കുക. വിജയാശംസ.